വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ബൈ സച്ചിൻ. അത് കുറച്ച് കൂടി പോയല്ലേ? പോട്ടെ. വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ബൈ സച്ചിൻ. ആഫ്റ്റർ മാംഗോ സ്റ്റിക്കി റൈസ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് എൻ്റെ മാത്രം സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. പക്ഷേ ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും എല്ലാവരും ഇതുപോലെയൊക്കെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. പക്ഷേ ഈ മാജിക് ഹാൻഡ്സിൻ്റെ ഒരു ടച്ച്, അത് ഞാനിവിടെ കുക്ക് ചെയ്യുന്ന സ്ഥലമാണ്. വെരി ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. രാവിലെ ഇറങ്ങി കോഴീനെ ഓടി പിടിച്ച് അത് കഴിഞ്ഞിട്ട് 1 hour ഡ്രൈവ് ചെയ്ത് ഈ സ്പെഷ്യൽ പ്ലേസിൽ വന്നിട്ട് ഞാൻ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇത് ചിക്കൻ ഫ്രൈക്ക് ഇതിൽ എന്തൊക്കെ വേണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് എന്തായാലും ചിക്കൻ ഉണ്ട്, ചിക്കൻ ലിവർ ഉണ്ട്, സവാള ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, മുളക് പൊടിയുണ്ട്, പെരിഞ്ജീരകമുണ്ട്, മഞ്ഞ ഉണ്ട്, ഉപ്പുണ്ട്, പിന്നെ നല്ല മുളകുണ്ട്, കറിവേപ്പിലുണ്ട്, പിന്നെ സെർവ് ചെയ്യാൻ വേണ്ടി ഈ അലക്കരി പോലത്തെ ഒരു ഇലയുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ കണക്കൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള മുളക് പൊടിയൊക്കെ ഞാനങ്ങനെ കിട്ടും. മെഷർമെൻറ്റ് ഫൈൻ ഒന്നും ഞാൻ നോക്കാറില്ല. പക്ഷെ എനിക്ക് പെരിഞ്ജീരകം ഞാൻ ഒരുപാടിടും. ഓക്കെ, പിന്നെ മഞ്ഞൾപ്പൊടി. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത്, ഞാനിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഞാനങ്ങനെ ഇടാറില്ല. ശരിക്കും പറഞ്ഞാൽ എളുപ്പപ്പണിയാണ്. ഇത് നിങ്ങൾ കണ്ടല്ലോ, ഞാനൊന്നും കണക്കൊന്നുമില്ലായിരുന്നു. പക്ഷെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കറക്റ്റ് ഉപ്പ്. ഇനി ഞാൻ കഴിയത് കഴിയിട്ട് തരാം കേട്ടോ. ഇനി ഇതിലെടുത്ത് മെയിൻ ഒരു സാധനമുണ്ട്, കറിവേപ്പില. ഇത് ഫ്രൈ ചെയ്യുമ്പോഴും ഞാനിടും, മസാല പരട്ടി വെക്കുമ്പോഴും ഇടും. എനിക്ക് കരിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഫ്രൈ ചെയ്ത് കരിവേപ്പില എല്ലാവരും എടുത്ത് കളയും. പക്ഷെ ഞാനത് നന്നായിട്ടത് കഴിക്കും. അപ്പം ചിക്കൻ ഫ്രൈ മസാല പരട്ടി വെച്ചിരിക്കണേ. ഇത് ലിവർ റോസ്റ്റിനും വേണ്ടി അരിയുന്നുണ്ട്, ചിക്കൻ ഫ്രൈക്ക് വേണ്ടി അരിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഇടാനുള്ള സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. അവിടെ ചിക്കനും ഉള്ളിയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ലിവർ വരുന്ന വഴിക്ക് 600 ഗ്രാമിന് 30 രൂപയ്ക്ക് ലിവർ കിട്ടി. അപ്പോൾ ലിവറിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, മുളക് പൊടിയുണ്ട്, പെരിഞ്ജീരകമുണ്ട്. പെരിഞ്ജീരകം കുറച്ചേ എടുത്തുള്ളൂ. ഇതിൽ മഞ്ഞൾപ്പൊടി. അയ്യോ, മഞ്ഞൾപ്പൊടി എവിടെ? ബാക്കി മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കാരണം നേരത്തെ ചിക്കനിലിട്ട് മഞ്ഞൾപ്പൊടി തീർന്നേ. പിന്നെ ആസ്യൂഷ്വൽ ഉപ്പ്. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടു. ശരിക്കും ഇത് വേഗം കുക്ക് ചെയ്തിട്ട് വേണം വെള്ളച്ചാട്ടത്തിൽ പോയി കിടക്കാൻ. അതുകൊണ്ട് ഇത്ര പെട്ടെന്നാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മണം ഈ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയും കൂടെ വെളിച്ചെണ്ണയുടെ ഇനി മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെച്ച്. ഇനി നമ്മുടെ പ്രധാന ലിവർ ബിസ്കറ്റ്. എൻ്റെ വാപ്പാക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ 3 വെക്ക്.
കഴിക്കുന്നതിന് മുമ്പേ എൻ്റെ ലിവർ ഫ്രൈ ഇതേ അടിച്ചെടുത്തോണ്ട് പോയി. എൻ്റെ അനിയനും എൻ്റെ മോളും. ആ ഓക്കെ. ആ ഓക്കെ ഓക്കെ. വറ്റമുളകില്ലാത്തതുകൊണ്ട് വേറെ മുളക്. എൻ്റെ കുക്കിങ്ങിൻ്റെ ഇടയിൽ കയറി ഇതേ രാജ കുക്കിങ്ങാണ്. ഇതൊരു സ്പെഷ്യലായിട്ട് ഇത് പുട്ടുണ്ട് ഇവിടെ. കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണത്. നല്ല എരിവുള്ള വെരി സ്പൈസി മുളക് ബുള്ളറ്റ് മുളക്. മണം മുഹബത്തിന്റെ മണം. മൂക്കൊക്കെ അധികം കരിയാത്ത മസാല, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പെട്ടെന്നിടുക, പെട്ടെന്ന് കോരുക, പെട്ടെന്നിടുക, പെട്ടെന്ന് കോരുക, പെട്ടെന്നിടുക, പെട്ടെന്ന് കോരുക. ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ നേരത്തെ പിടിച്ചില്ലേ, ഏതാണ് ഇപ്പം തേങ്ങ കിട്ടിയത്. ലിവർ റോസ്റ്റ് ഫ്രൈ അല്ല, സോറി തെറ്റിപ്പോയി. ചിക്കൻ ഫ്രൈ, പുട്ട്, കപ്പ വിത്ത് നല്ല എരിവുള്ള ഉണ്ടമുളക്. സ്ട്രൈറ്റ് ടു വെള്ളച്ചാട്ടം. അടിപൊളി. എല്ലാ തേങ്ങ തിരുവിയതും അണ്ടിപ്പരിപ്പും കൂടെ ഫ്രൈ ചെയ്ത് നേരത്തെ ഞാനൊരു മസാല കാണിച്ചില്ല, അതാണ്. കുക്ക് ചെയ്ത് തളന്ന് ഭക്ഷണം കഴിച്ച് തളന്ന് കിടക്കുന്ന ഷെഫ് സജ്ന.